ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീരീസ് തിങ്സ്. അപ്പോൾ ഇന്ന് ഡേ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി രാവിലെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, രാവിലെ നേരത്തെ എനിക്ക് വന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ മെയിൻ സ്റ്റാഫ്, നല്ല സീനിയർ സ്റ്റാഫ്, നമ്മുടെ ഷോർട്സിലെ ഹീറോ ഇതാണ്. ഓക്കെ, പുള്ളി കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സീനിയർ സ്റ്റാഫിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ മേടിക്കാൻ വന്നതാണ്. കാണിച്ചു തരാം. നല്ല ഇറണമാണ്, അതൊഴിച്ച് ബാക്കി എല്ലാം ഇതിപ്പോൾ എന്തുകൊണ്ട് തരുന്നതെന്ന് അറിയുമോ? ഇവിടെ ഏറ്റവും കുറഞ്ഞ എഫ് യു ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുക 100 പൈസയുടെ. ഏറ്റവും കുറഞ്ഞ ഒരു 100 പൈസയുടെ 3 ഫ്ലേവർ വരുന്ന സാധനമുണ്ട്, അടിപൊളിയാണ്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ, പുള്ളിക്ക് ഇഷ്ടമായിട്ടാണ് കേട്ടാ. ഇതില്ലാത്തതിൻ്റെ വിഷമം മുഖത്ത് കാണാനുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ റൂമിലോട്ട് പോകും. ഓക്കെ, റൂമിലെത്തിയിട്ട് ഓക്കെ, ഞാൻ റൂമിലെത്തി. ഇപ്പോൾ ബാൽക്കണിയിലാണ്. എൻ്റെ ഐസ്ക്രീം ഒടിഞ്ഞു പോയി, പകുതി ഇതിനകത്തിരിക്കുക കണ്ടോ. പക്ഷേ വേറൊരാൾക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. സീനിയർ സ്റ്റാഫാണ് ഞാനിങ്ങനെ. നമ്മൾ വന്നപ്പോ പാട്ടാ, ഇത്ര നേരം തുണ്ടായിരുന്നു. ഇതാണ് ഫോർമാറ്റ് അടിയാൻ കേട്ടോ. ഇപ്പം ഞാൻ റൂമിലെത്തിയുള്ളൂ. ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, प्यार नहीं तुमको, तुम याद नहीं मुझको, हम याद नहीं तुमको. मेरे നൈറ്റ് ഡ്യൂട്ടിക്ക് നമുക്ക് കണ്ട കാഴ്ച ഫോട്ടോഷൂട്ട് മിക്ക ദിവസവും നടക്കാറുണ്ട്. ഇതിപ്പോൾ ഹ്യുണ്ടയുടെ ഏതോ കാറാണെന്നോ. ഈ കാറിനെ പറ്റി ഇങ്ങനെ വേണ്ടിയിട്ട് നല്ല ബോറടിച്ചിരിക്കുക, അപ്പം ചുമ്മാ എടുത്തതാണ്. ഹെയറൊക്കെ നല്ല സീനായിട്ടുണ്ട്. ഞാൻ വെട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹെയർ ലോസ് വന്നിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അതുകൊണ്ട് ഞാൻ മുടി വെട്ടാത്തത്. അപ്പോൾ എന്തായാലും വെട്ടുന്നുണ്ട്, മുടി വെട്ടണം, അല്ലെങ്കിൽ മൊത്തം പോകും. അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ നിന്നവർ. ഉടനെ തന്നെ മുടി വെട്ടുന്നതായിരിക്കും. എങ്ങനെ മുടി ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫേസിന് മുടി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന്. ഞാൻ പിക്ക് പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോയുടെ കൂടെ തന്നെ, മുടിയില്ലാത്തതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നൈറ്റ് ഡ്യൂട്ടി. വൻ ശോകമെന്നല്ല, പണിയെടുക്കാതിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടിച്ചാവും, സംസാരിക്കാനായിട്ടുള്ള. കൂടെയുള്ള ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ അവനകത്ത് കയറിയിട്ട് ഉറങ്ങുക, നല്ല ഉറക്കുക, നല്ല വൃത്തിഹീനമായ ഉറക്കം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, നാളെ നല്ല ഉറക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സെർഫ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൂട്ടാം. ഓക്കെ, കൊടുത്തിട്ട് ഇത്
പിന്നെ അധികമൊന്നുമില്ല, അത് നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് അധികം വരത്തില്ല. പക്ഷേ മോർണിംഗ് ഡ്യൂട്ടി ഈവനിങ് ഡ്യൂട്ടിയും ചെയ്യുമ്പോഴാണ് കൂട്ടി പോകേണ്ടവരോടാണ് ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. തെറ്റിപ്പോയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറി കട്ടാവാൻ കുറവാണെങ്കിൽ അതുകൊണ്ട് നോക്കിയും കണ്ടും ചെയ്യണം. ഇപ്പം തന്നെ ഓൾറെഡി എനിക്ക് എൻ്റെ തെറ്റ് കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയത് മൊത്തത്തിൽ ഈ മാസം തന്നെ 45 റിയാൽ സംതിങ് ഉണ്ട്. എനിക്ക് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 റിയാലേ ഉള്ളൂ. അതിലാണ് ഇനി ഈ മാസം 45 റിയാൽ പോകാൻ പോകുന്നത്. കഷ്ടമാണ് കേസ്, കഷ്ടം. ഒമാനീസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. ഒമാരെ വിഷയമാണ്. നമ്മുടെ വിസ അക്കൗണ്ടിങ് കഴിഞ്ഞിരിക്കുന്നു. ഈവാലൊക്കെ ജിമ്പളൊക്കെ ഹബീബി മൂഞ്ചി. ഞാൻ ആ കൂട്ടി വെച്ചത് പോയി, ഒന്നുകൂടെ ചെയ്തിട്ട് വരാം. നമ്മുടെ വിസ അക്കൗണ്ടിങ് കഴിഞ്ഞു. കൂടാ Uma festa de fim de semana, baby. അത് നമ്മുടെ ഫോർമാൻ കളിയാണ് ഗൈസ്, അറിയുന്നത്. അപ്പം ഞാൻ ഇതോടെ കൂട്ടിയിട്ട് വരാം. അപ്പം എൻ്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ എൻ്റെ സെയിൽ, കണ്ടോ? ടോട്ടൽ ഇത്രയുമാണെന്ന് സെയിൽ ചെയ്തത് 287 സംതിങ്. ഇത്ര ചെയ്തോളൂ. നൈറ്റ് ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഗൈസ്. സത്യം പറഞ്ഞാൽ കൂടുതലാണ് നോർമൽ ഡേയ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീഡിയോസ്, അത് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടെ കണ്ടോ. ഓക്കെ.